Good afternoon. Good afternoon, ma'am. Okay, ഇപ്പൊ നമ്മള് കുറച്ച് ദിവസത്തെ ക്ലാസ്സിനൊക്കെ ശേഷമാണ് വീണ്ടും കണ്ടുകൊണ്ടിരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹൗസ് കീപ്പിംഗ് സർവീസസ്. അപ്പൊ നമ്മൾ ഇതിക്ക് മുന്നേ എടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലോണ്ടറി സർവീസസ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം സിമ്പിൾ ആയിട്ട് അത്യാവശ്യം പഠിക്കാൻ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. നമ്മള് ഡെയിലി നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറഞ്ഞിരുന്നത്. ദെൻ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യപ്പെട്ട ഒന്നാണ് അല്ലെ. നമ്മുടെ ഹൗസ് കീപ്പിംഗ് മീൻസ് ക്ലീനിങ് പ്രവർത്തനങ്ങളും നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് വരാം. ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്താണ് ഹൗസ് കീപ്പിംഗ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൗസ് കീപ്പിംഗ് എന്താണ് നമ്മൾ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ മീൻസ് മലയാളത്തിൽ എന്താ പറയാ? ഹൗസ് കീപ്പിംഗ് ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെ, ക്ലീനിങ് അല്ലെ. ക്ലീനിങ്ങും അത് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെയാണ് നമ്മൾ ഹൗസ് കീപ്പിംഗ് എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒന്നാണ് ക്ലീനിങ് എന്ന് പറയുന്നത് ഇല്ലേ? ആണോ? ഹോസ്പിറ്റലിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് ക്ലീനിങ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ഒരു ക്ലീനിങ് സെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ലോണ്ടറിക്ക് വേണ്ടിയിട്ട് ലോണ്ടറി സർവീസസ് ഉണ്ട്, അതുപോലെ ക്ലീനിങ്ങും മറ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലിനുള്ളിലെ ക്ലീനിങ് സെക്ഷൻ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസ് എങ്ങനെയാണ്, അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ദെൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. A patient coming for the time to a hospital when welcomed a tidy environment as well as elegant feeling lessens half of his misery and increases his confidence in the hospital. A patient coming for time to hospital when welcomed a tidy environment. The tidy environment in the tidy means clean അല്ലെ, വൃത്തിയുള്ള. എഴുതി വെക്കാട്ടോ, അറിയില്ലാത്തവര് ഒന്ന് മലയാളത്തിൽ എഴുതി വെച്ചോളൂ. tidy എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ക്ലീൻ ആയിട്ടുള്ള വൃത്തിയായിട്ടുള്ള എൻവയോൺമെന്റ്. as well as elegant feeling. elegant എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? elegant ഏറ്റവും ഭംഗിയായ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ എന്നൊക്കെ നമുക്കൊരു എന്താ പറയാ, ഏറ്റവും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും ക്ലീനിങ് ആയിട്ടുള്ള വെൽ ക്ലീനഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് കേട്ടോ എലഗന്റ്. Then lesson half of misery. Misery means മിസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മിസറി നമുക്ക് അറിയില്ലാത്ത വേർഡുകളൊന്നും എഴുതി വെക്കണം കേട്ടോ നിങ്ങള്. മിസറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുരിതങ്ങള്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള് അല്ലെ. അതായത് ഇപ്പൊ ഒരു രോഗി അനുഭവപ്പെടുന്ന പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്. ഓക്കെ, ദെൻ ഇനി ഒന്നും ഒരു പോയിന്റിലേക്ക് വരാറേ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ടേമുകളാണ് ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞെന്നുള്ളൂ. A patient coming for time to a hospital when welcomed a tidy environment as well as elegant feeling. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിനുള്ളിലേക്ക് വരികയാണ്. ഏതെങ്കിലും അസുഖങ്ങളായിട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആ ഹോസ്പിറ്റല് ആ പേഷ്യന്റിനെ വെൽക്കം ചെയ്യുന്നത് ഒരു ടൈഡി എൻവയോൺമെന്റ് ആസ് വെൽ ആസ് എലഗന്റ് ഫീലിംഗ്, അതായത് നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണ് ആ ഹോസ്പിറ്റലിനുള്ളത്. അപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം, എലഗന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് ആണ് പേഷ്യൻസിന് ലഭിക്കുന്നതെങ്കിൽ ലെസൺ ഹാഫ് ഓഫ് ഹിസ് മിസറി ആൻഡ് increase his confidence in the hospital. അല്ലെ, ഒരു പേഷ്യന്റ് എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, ദെൻ ഹോസ്പിറ്റലിൽ നല്ലൊരു എൻവയോൺമെന്റ് ആണ്, നല്ല ഹൈജീനിക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ പേഷ്യന്റിന്റെ മിസറീസ്, അസുഖം മൂലമുള്ള പ്രയാസങ്ങളെ കുറച്ച് ലെസൺ ചെയ്യാൻ പറ്റും, കുറയ്ക്കാനും പറ്റും. അതോടൊപ്പം തന്നെ കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിനോട് ഒരു
കോൺഫിഡൻസ് അല്ലെ, ഒരു വിശ്വാസം നമുക്ക് നേടിയെടുക്കാനും സാധിക്കുന്നു അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മള് ഭയങ്കര എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ചെല്ലുകയാണെന്ന് വിചാരിക്കാം ഹോസ്പിറ്റലിൽ. ഈ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ മൊത്തം ഭയങ്കര വൃത്തിഹീനമായിട്ട് കിടക്കുകയാണ്, ഒരു ക്ലീൻനെസ് ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര മീൻസ് എന്താ പറയാ വേസ്റ്റുകളും മറ്റൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് തലവേദന കൂടും അല്ലെ. അപ്പോൾ ഇവിടെ പറയുന്നത് നല്ലൊരു എൻവയോൺമെന്റ്, വൃത്തിയുള്ളതും നീറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കാണുമ്പോൾ തന്നെ പേഷ്യൻസിന്റെ പ്രയാസങ്ങൾ പകുതി കുറയുന്നു. അതുപോലെ തന്നെ ആ പേഷ്യന്റിന് ആ ഹോസ്പിറ്റലിനോടുള്ളൊരു വിശ്വസ്തതയും കൂടും. നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറുണ്ട് ഇല്ലേ. നമ്മൾ ഒരു കാര്യം നമ്മൾ ഫസ്റ്റിൽ കാണുന്ന ഒരു ഇംപ്രഷൻ ആണ് ഏറ്റവും നല്ല ഇംപ്രഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു, നല്ലൊരു ഇംപ്രഷൻ നമുക്ക് കിട്ടിയാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിൽ തന്നെ സജസ്റ്റ് ചെയ്യുന്നത് ആണോ. നമുക്ക് നല്ലൊരു അനുഭവം എടുത്ത് കിട്ടി, എങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും മേ ബി എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ പോകാറുള്ളൂ ഇല്ലേ. ആണോ, ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, ഇപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, നല്ലൊരു എൻവയോൺമെന്റും കാര്യങ്ങളാണെങ്കിൽ ആ പേഷ്യൻസിന്റെ അസുഖം കുറയ്ക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ ആ രോഗിക്ക് ഹോസ്പിറ്റലിനോടുള്ള കോൺഫിഡൻസ് കൂട്ടാനും സാധിക്കുന്നു. ഓക്കെ, then housekeeping services, otherwise called environmental services, underline ചെയ്യാം. housekeeping services നെ മറ്റൊരു പേരിൽ പറയുന്നത് environmental services എന്നാണ്. ഓക്കെ, എക്സാമിന് ചോദ്യം ചോദിക്കാം കേട്ടോ. are very important in providing safe, clean, pleasant, orderly and functional environment for both the patient and hospital officials. ഇനി ഹൗസ് കീപ്പിംഗ് പ്രൊവൈഡ് ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് അതാണ് പോയിന്റ് വൈസ് പറയുന്നത്. സേഫ് അല്ലെ, സുരക്ഷിതത്വവും അതുപോലെ തന്നെ ക്ലീൻ ശുചിത്വം, പ്ലസന്റ് ഓർഡർലി മീൻസ് പ്ലസന്റ് മീൻസ് സന്തോഷപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ഓർഡർലി എല്ലാം ഓർഡർ ആയിട്ട് കീപ്പ് ചെയ്യുക. ആൻഡ് ഫങ്ഷണൽ എൻവയോൺമെന്റിന്റെ കൃത്യമായിട്ടും അതിന്റെ സുരക്ഷയ്ക്കും സേഫ് ആയിട്ടും ക്ലീൻനെസ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പേഷ്യന്റിനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഒഫീഷ്യൽസിനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തത്. സേഫ്, ക്ലീൻ, അതുപോലെ തന്നെ പ്ലസന്റ്, ഹൈജീനിക്, ഇതൊക്കെയാണ് നമ്മള് ഹൗസ് കീപ്പിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ ഓരോന്നും എടുത്ത് പഠിക്കാൻ പോകുന്ന പോയിന്റ്സ്. ഓക്കെ, ഒന്ന് ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ഇൻട്രൊഡക്ഷൻ? വായിച്ചില്ല അവര്? ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഐഡിയ കിട്ടിയല്ലോ? കിട്ടിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. The three important housekeeping tasks in hospital consist of the following. അപ്പോ മെയിൻ ആയിട്ട് ഹൗസ് കീപ്പിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 3 ടാസ്കുകൾ എന്തൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ടാസ്കുകൾ അവർ ഒത്തിരി ടാസ്കുകൾ ചെയ്യുന്നുണ്ട്, എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടാസ്കുകളാണ് ഇനി പറയുന്നത്. ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, ടു ക്ലീൻ ആൻഡ് സ്കാനിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസ് വേണ്ട, അതൊന്ന് വെട്ടിയേക്കും. ആൻഡ് സ്കാനിംഗ് എന്നുള്ള സെന്റൻസ് ഒന്ന് വെട്ടിയേക്കാം. ഫസ്റ്റ് പേജിൽ കുറച്ച് കറക്ഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, to clean, sanitizing high-touch surface in patient rooms and rest rooms. Okay, clean കഴിഞ്ഞിട്ട് ആൻഡും സ്കാനിംഗ് എന്നുള്ളൊരു സെന്റൻസ് വെട്ടിയേക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്? ക്ലീനിങ് കഴിഞ്ഞിട്ട് ആൻഡും അത് കഴിഞ്ഞിട്ടുള്ളത് വെട്ടിക്കളഞ്ഞേക്കാം. ഓക്കെ, വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. To clean, sanitizing high-touch surface in patient rooms and rest rooms.
പേഷ്യന്റിന്റെ റൂംസിലും അതുപോലെ തന്നെ റെസ്റ്റ് റൂംസിലും ഡോക്ടേഴ്സിന്റെ റൂമുകളിലും മറ്റുമുള്ള ഹൈടച്ച് സർഫേസിനെല്ലാം ക്ലീൻ ചെയ്യുകയും ചെയ്യുക, അതുപോലെ സാനിറ്റൈസിംഗും ചെയ്യണം. എന്താ ഈ ഹൈടച്ച് സർഫേസ് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഹൈടച്ച് സർഫേസ് എക്സാമ്പിൾ എന്തെങ്കിലും ഏതെങ്കിലും പറയാമോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ശരിയായാലോ. ഹൈടച്ച് സർഫേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രതലമാണ് അല്ലെ? ഇപ്പൊ എന്തെങ്കിലും പ്രതലങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പോ ഈ പേഷ്യന്റ് റൂമിലെയും അതുപോലെ തന്നെ മറ്റു റെസ്റ്റ് റൂമിലേക്കും വരുന്ന ഹൈടച്ച് സർഫേസ് എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? നിങ്ങളുടെ അറിവില്ല അല്ലെങ്കിൽ ഒട്ടും കിട്ടുന്നില്ല? എക്സാമ്പിൾ ആർക്കും പറയാനില്ല? ജസ്റ്റ് ഒന്ന് എന്താ പറയാ ടെസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങള്. സർഫേസ് ഹൈടച്ച് പേഷ്യന്റ് റൂമിൽ വരുന്ന ഒന്നും ആയിട്ടില്ല. റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. എന്ത് പറ്റി? ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വർക്കത്തിലാണ് എല്ലാവരും. അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ആവുമ്പോ ഓൾറെഡി കുറച്ച് പേർക്ക് പുറത്തൊക്കെ വരുന്നൊരു ടൈമാണല്ലോ. അതാണോ? അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാഞ്ഞിട്ടാണോ? ഹൈടച്ച് സർഫേസ് ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഒരു ആൻസർ പറയാം കേട്ടോ. ഓക്കെ, നോക്കാം. അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ടേബിള് പറഞ്ഞിട്ടുണ്ട് ഒരാള്. ടേബിള് നമുക്ക് എക്സാമ്പിൾ പറയാം കേട്ടോ. ടേബിൾ എക്സാമ്പിൾ പറയാം. ഹൈടച്ച് സർഫേസ് ആണ്. ഹാൻഡ് റെയിൽ, ഇതെല്ലാം എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഈ ഹൈടച്ച് സർഫേസ് ഉദ്ദേശിക്കുന്നത് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങളൊന്ന് എഴുതി എടുത്തോളൂ. എക്സാമിന് ചോദിക്കൊന്നുമില്ല, എങ്കിലും വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വൺ നമുക്ക് പറയാം. ടേബിൾ പറയാം. ഓക്കെ, ടേബിൾ പറയാം. അതുപോലെ തന്നെ ഈ ലാമ്പ്, മൂവബിൾ ടേബിൾ ലാമ്പൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പോ റൂമിലും അതുപോലെ ടേബിൾ ലാമ്പുകൾ പറയാം. അതുപോലെ ബെഡ് റെയിൽസ്. എന്താ ബെഡ് റെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ് റെയിൽ നമ്മൾ ഇതിക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ബെഡ് റെയില് അറിയില്ലേ? അറിയാമോ എന്താണ് ബെഡ് റെയില്? പേഷ്യന്റ് കിടക്കുന്ന ബെഡിനോട്, ആ കട്ടിലിനോട് ചേർന്നിട്ട് നമ്മൾ ഒരു ഗ്രില്ല് പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ടാവും പേഷ്യന്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. സൈഡില് ബെഡ് റെയിൽസ് വെക്കും. ക്ലിയർ ആണോ? ബെഡ് റെയില് ബെഡിൽ നിന്ന് വീഴാതിരിക്കാനായിട്ട് നമ്മൾ ഒരു റെയിൽസ് പോലെ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്യുക. അതാണ് ഒന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ രണ്ടാമത്തെ ടാസ്ക് നോക്കാം. ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽസ് സോപ്പ് കണ്ടെയ്നർ. സോപ്പിന്റെ സ്പെല്ലിംഗിൽ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. SOAP ആണ് സോപ്പ്. ഓക്കെ, അപ്പൊ ആ യൂവിനെ ഒന്ന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ A ആക്കി മാറ്റാം. ക്ലിയർ ആയോ? സോപ്പിന്റെ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. SOAP അല്ലേ? അപ്പൊ അതിനൊന്ന് A ആക്കി ഇടാട്ടോ. To fill up empty paper towels, soap container and office supplies. Fill up ചെയ്യാതെ empty ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ fill up ചെയ്ത് വെക്കുക. Empty towels, empty paper towels ക്ലീൻ ചെയ്യാനും മറ്റും നമ്മള് ഡിസ്പോസബിൾ പോലത്തെ പേപ്പർ ടവൽസ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ വെക്കുന്നത്, അതൊക്കെ empty ആകുമ്പോൾ അതിന് നിറയ്ക്കുക. അതുപോലെ തന്നെ സോപ്പ് കണ്ടെയ്നർ, ഇപ്പൊ നമ്മള് വാഷ് ബേസിന്റെ അവിടെയൊക്കെ സോപ്പും അതുപോലെ തന്നെ നമ്മള് ലോഷൻ ലിക്വിഡ് ഒക്കെ വെക്കില്ലേ? അതൊക്കെ കംപ്ലീറ്റ് മീൻസ് empty ആകുമ്പോൾ അതനുസരിച്ചിട്ട് വീണ്ടും ഫിൽ ചെയ്യുകയാണ്. ദെൻ ഓഫീസ് സപ്ലൈ, ഓഫീസിലേക്കുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും പോലെ തന്നെ റൂമിലേക്കുള്ള വാട്ടറോ അങ്ങനെ എന്തൊക്കെയാണ് അവിടെ empty ആവുന്നത് അതനുസരിച്ചിട്ട് ഇവര് എന്ത് ചെയ്യണം? ഫിൽ ചെയ്ത് വെക്കുക. ഓക്കെ, മൂന്നാമത് പറയുന്ന ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഡിസ്പോസ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. പ്രോപ്പർട്ടി അല്ല, പ്രോപ്പർലി എന്നാണ് കേട്ടോ. പ്രോപ്പർട്ടി അല്ല, പ്രോപ്പർലി കൃത്യമായിട്ടും ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്യണം. നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടില്ലേ? ടേബിള് കളർ കോഡുകൾ വെച്ചിട്ട് ഓരോ വേസ്റ്റുകളും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോ 3 ടാസ്കുകളാണ് പറഞ്ഞത്. ഒന്നുകൂടി വായിക്കാം. ടു ക്ലീൻ സാനിറ്റൈസിങ് ഹൈടച്ച് സർഫേസ്. ഹൈടച്ച് സർഫേസ് ക്ലീൻ ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. ദെൻ ഫില്ലപ്പ് ചെയ്യാം. എംപ്റ്റി പേപ്പർ ടവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫില്ലപ്പ് ചെയ്യാം. സോപ്പ് കണ്ടെയ്നറും അതുപോലെ തന്നെ ഓഫീസിലേക്കുള്ള സപ്ലൈസ് എല്ലാം എന്ത് ചെയ്യാം? ഫിൽ ചെയ്ത് വെക്കുക. ദെൻ വേസ്റ്റുകൾ പ്രോപ്പറായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടാസ്കുകളാണ് ഈ പറഞ്ഞത്.
Then next നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഇങ്ങനെ ഒരു ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഒരു സെക്ഷൻ ഹോസ്പിറ്റലില് വേണമോ വേണ്ടയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇമ്പോർട്ടൻസ് ഉണ്ടോ? ആവശ്യകത ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിന് വേണോ? വേണോ അല്ലെ? എല്ലാവരുടെ അഭിപ്രായം വേണം എന്നാണല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ വേണം എന്ന് പറഞ്ഞത്? അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവില്ലേ? ഏതൊക്കെയായിരിക്കാം റീസൺ? നിങ്ങൾ പറയാട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറയേണ്ടത്. PDF നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾക്കാണ് ഇവിടെ പ്രസക്തി. ഓക്കെ. ഹൈജീൻ വേണം അല്ലെ? ഹൈജീന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഹൗസ് കീപ്പിംഗ് ആവശ്യമാണ്. ഹൈജീൻ മാത്രം മതിയോ? നീറ്റ്നെസ് ഓക്കെ, ഹൈജീനിൽ പെടുത്താലോ. പിന്നെ വേറെ എന്തൊക്കെയാ പറയാം നമുക്ക് അതിന്റെ ആവശ്യകത ഹൗസ് കീപ്പിങ്ങിന്? ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാൻ അല്ലെ? ഇപ്പോ വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ അവരൊന്നും ലോഷൻ ഒന്നും ഉപയോഗിച്ച് ക്ലീനിങ്ങും മറ്റും ചെയ്തിട്ടില്ല എങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള പല അസുഖങ്ങളുള്ള പേഷ്യൻസ് കടന്നു വരുന്നുണ്ട് അല്ലെ? അപ്പോ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. വേറെ എന്തൊക്കെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആവാൻ ആരാണ് സാറ്റിസ്ഫൈഡ് ആവേണ്ടത്? ഡോക്ടറാണോ, നേഴ്സ് ആണോ, പേഷ്യന്റ് ആണോ സാറ്റിസ്ഫൈഡ് ആകേണ്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ്? പബ്ലിക്. ഓക്കെ. ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ് ഓക്കെ അല്ലെ? സ്റ്റാൻഡേർഡ് കൂട്ടാം നമുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലെ? അപ്പൊ നമുക്കൊരു ഇംപ്രഷൻ കിട്ടണം. നല്ല പേര് വേണം. ഓക്കെ, തന്നെയാണ് നമ്മൾ ഇംപ്രഷൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇത്രയും കൊള്ളും അല്ലെ? ഏകദേശം നിങ്ങൾ എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയിന്റ്സ് ഞാൻ പറയാനുള്ള അവസരം ഇല്ലെങ്കിലും കമന്റ് ചെയ്യാനുള്ള ഒരു ചോയ്സ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് മാക്സിമം പ്രയോഗിക്കുക കേട്ടോ. കാരണം നിങ്ങൾ തെറ്റിപ്പോകുന്നത് പറയാൻ നിൽക്കണ്ട. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. ഓക്കെ, ഇത് തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകളാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻസ് നോക്കാം. നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് വൺ, to impact hygienic environment. ഹൈജീനിക് ആയിട്ടുള്ള ശുചിത്വമുള്ള ഒരു എൻവയോൺമെന്റ് നൽകുക. Then to meet the hopes of the community അല്ലെ? ഹോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമൂഹം അല്ലെ? പബ്ലിക്കിന്റെ ഹോപ്സ്, അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ. ഇപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ. നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല സേവനങ്ങളാണ്, അവിടുത്തെ എൻവയോൺമെന്റ് നല്ലതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഓരോ പബ്ലിക്കിനും ഉണ്ട് അല്ലെ? അപ്പൊ ആ പബ്ലിക്കിന്റെ ഹോപ്സ്, അവന്റെ എക്സ്പെക്ടേഷൻ നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ എൻവയോൺമെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then to maintain, ടു എന്നാണ് കേട്ടോ അത്. അവിടെ വന്നപ്പോ TE എന്നായി പോയിട്ടുണ്ട്. ടു എന്നാണ് അത്. To maintain a high reputation of the hospital. ഹോസ്പിറ്റലിന്റെ പ്രശസ്തി അല്ലെങ്കിൽ പേര് കൂട്ടാൻ വേണ്ടിയിട്ട്. മീൻസ് നല്ല ക്ലീനിങ് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നല്ല നീറ്റ്നെസ്സും ഇതാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. Then ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ മീൻസ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്. 4 കാര്യങ്ങളാണ്. ഇമ്പാക്ട് ഹൈജീനിക് വേണം. അതുപോലെ തന്നെ എന്താണ്? പബ്ലിക്കിന്റെ ഹോപ്സ്, അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ വേണ്ടി നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. Then reputation. Then hospital infection control. ഓക്കെ, 4 ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ് വൺ, കീപ് ടാസ്കുകൾ 3 വായിക്കണം. ദെൻ ഇമ്പോർട്ടൻസ് 4 പോയിന്റ് വായിക്കാം. ഓരോ പോയിന്റ് അർത്ഥം മനസ്സിലാക്കി വായിച്ചു പോകുക കേട്ടോ. വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അത് പതിയണം. അതേപോലെ ആയിരിക്കണം നിങ്ങളുടെ വായന. ഓക്കെ, കണ്ടിന്യൂ വായിച്ചോളൂ.
ഇമ്പോർട്ടൻസും ടാസ്കുകളൊക്കെ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ പോയിന്റ്സ്. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സ്? ടാസ്കുകൾ 3 ഉണ്ട്, അതുപോലെ ഇമ്പോർട്ടൻസ് 4 പോയിന്റ്. വായിച്ചു. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ? വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വലിയ മെഡിക്കൽ ടേമും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, കോമൺ സാനിറ്റേഷൻ, ക്ലീൻലിനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്നാക്കാം, സ്പെല്ലിംഗില് കുറച്ച് കറപ്ഷൻ ഉണ്ട് കേട്ടോ. എൻവയോൺമെന്റ്, കംഫർട്ടബിൾ കഴിഞ്ഞിട്ട് വീട്ടിക്കൊണ്ട് എൻവയോൺമെന്റ് എന്നാക്കാം. രണ്ടാമത്തെ പോയിന്റിലും ഒരു കറക്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് തിരുത്തിയിട്ട് ഞാൻ വായിക്കാം. സെക്കൻഡ് വൺ പോയിന്റിലെ ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ, ഫ്രണ്ട്ലി ആൻഡ് എന്നുള്ളത് വേണ്ട, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നോക്കാം. രണ്ടാമത്തെ പോയിന്റില് ഫ്രണ്ട്ലി കഴിഞ്ഞിട്ട് അതെവിടെ വെട്ടി ആൻഡ് പ്ലസന്റ് വെട്ടിയേക്കാം, എന്നിട്ട് അറ്റ്മോസ്ഫിയർ നോക്കാം. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. എഴുതിയോ? ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. പിന്നെ ഫസ്റ്റത്തെ പോയിന്റില് കംഫർട്ടബിൾ എൻവയോൺമെന്റ് എന്ന് നോക്കാം. ഓക്കെ, ഇനി പ്രശ്നമില്ല കേട്ടോ വേറെ. ഇനി വായിക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇങ്ങനെയുള്ളൊരു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് വൺ, കോമൺ സാനിറ്റേഷൻ, ക്ലീൻലിനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ് അല്ലെ. കോമൺ സാനിറ്റേഷൻ, പൊതുവായിട്ടുള്ള സാനിറ്റേഷൻ ഒക്കെ ചെയ്യുക. ദെൻ ക്ലീൻലിനെസ്, ശുചിത്വ പ്രവർത്തനങ്ങള്. അതുപോലെ തന്നെ കംഫർട്ടബിൾ എൻവയോൺമെന്റ്, എൻവയോൺമെന്റിന് കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങളും സാനിറ്റേഷനും ചെയ്യുക. സെക്കൻഡ് വൺ, ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ലെ. ഡെവലപ്പിംഗ് പൊളൈറ്റ്, പൊളൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാന്നൊക്കെ പറയുന്നു അല്ലേ. വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാം അല്ലെ. എന്നപ്പോ മീനിങ് മര്യാദയോടുകൂടി ഒരു മര്യാദ വികസിപ്പിക്കുക, ഒരു എന്താ ബിഹേവിയർ എന്നൊക്കെ പറയാം അല്ലെ. പൊളൈറ്റ് അതായത് ഇപ്പൊ ഹൗസ് കീപ്പിംഗിന് തന്നെ ഒത്തിരി ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ. അവര് ഇപ്പൊ നമ്മൾ അഡ്മിറ്റഡ് ഒക്കെ ആവുമ്പോഴേ ഈ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ മുമ്പിൽ വരും. ഇപ്പൊ അവര് എന്തെങ്കിലും ഫ്ലോർ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റാനൊക്കെ അവർ വരാറുണ്ട്. എങ്ങനെയാ നമ്മളോട് അവർ പെരുമാറുന്നത്? എങ്ങനെയാ പെരുമാറുന്നത്? വളരെ ദേഷ്യത്തോടാണോ? വളരെ പൊളൈറ്റ് ആയിട്ടല്ലേ സംസാരിക്കുന്നത്? ആണോ? ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നല്ലൊരു മര്യാദയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് അതിനൊരു ഡെവലപ്പ് ചെയ്തെടുക്കാണ്, വികസിപ്പിക്കുക. റിലയബിൾ ആയിട്ടുള്ള ഒരു വിശ്വസ്തമായിട്ടുള്ള ഒരു സേവനമായിരിക്കണം അവര് ചെയ്യേണ്ടത്. ഹൗസ് കീപ്പിംഗ് നമ്മൾ ലോണ്ടറിയിൽ പറഞ്ഞില്ലേ, ഇതുപോലെ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു സേവനമാണ്. വെറുതെ കാട്ടിക്കൂട്ടലല്ല ഉദ്ദേശിക്കുന്നത്. അവരിപ്പോ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യുക. റിലയബിൾ, വിശ്വാസപൂർവ്വമായിരിക്കണം. ദെൻ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ആ ഒരു സെക്ഷനിലും വരേണ്ടത്. സ്റ്റാഫുകൾ തമ്മിൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കുക. വിശ്വസ്തമായിട്ട് ചെയ്യുക പ്രവർത്തനങ്ങള്. അതുപോലെ തന്നെ എന്താണ്, ഡെവലപ്പിംഗ് പൊളൈറ്റ് അല്ലെ, മറ്റുള്ളവരോട് പൊളൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹെൽത്തി റിലേഷൻ. ഇന്റർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട് ഹോസ്പിറ്റലിനുള്ളിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, ലോണ്ടറി സർവീസസ് ഉണ്ട്, അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സെക്ഷൻ ഉണ്ട്. അങ്ങനെ പല പല ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. അപ്പൊ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ ഒരു ഹെൽത്തി റിലേഷൻ കീപ്പ് ചെയ്യാവുന്ന. ഹെൽത്തി റിലേഷൻ എന്ന് വെച്ചാൽ ഒരു കൃത്യമായിട്ടുള്ള നല്ലൊരു കോർപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് പരസ്പരം. അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റും മറ്റു ഡിപ്പാർട്ട്മെന്റ് പരസ്പരം കാലഘട്ടവും അങ്ങനെയൊന്നും ഇല്ല.
കോർപ്പറേറ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടി എന്ത് ചെയ്യുക, സഹകരിച്ചിട്ട് പ്രവർത്തിക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. എൻഷുറിംഗ് സേഫ്റ്റി ടു സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. സ്റ്റാഫുകൾക്കും പേഷ്യന്റിനും റിലേറ്റീവ്സിനും സേഫ്റ്റി, സുരക്ഷ ഉറപ്പുവരുത്തുക, പ്രൊവൈഡ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ്, ക്വാളിറ്റി റിസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്വിപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. അല്ലെ, ക്ലീനിക് ഏജന്റുമാരുണ്ടാവും സാനിറ്ററി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഈ ക്ലീനിക് ഏജന്റുമാർ എന്ത് ചെയ്യുക, എക്യുപ്മെന്റ്സുകൾ സാനിറ്ററി ചെയ്യുക. നിരവധി എക്യുപ്മെന്റ്സുകൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. എക്യുപ്മെന്റിന്റെ ചാപ്റ്റർ പഠിച്ചു നോക്കുന്നുണ്ടോ? എക്യുപ്മെന്റ്സ് പേഷ്യന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ഓരോ എക്യുപ്മെന്റ്സും നമ്മൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്ത് ചെയ്യാം, എക്യുപ്മെന്റ്സുകൾ കൃത്യമായിട്ട് ക്ലീനിങ് ഏജന്റുമാർ എന്ത് ചെയ്യുക, സാനിറ്ററി ചെയ്യുക. അതുപോലെ തന്നെ ക്വാളിറ്റി റിസ്ട്രെയിനിങ് ചെയ്യണം. ഗുണനിലവാര നിയന്ത്രണം നോക്കാം. അത് ക്വാളിറ്റി ഒക്കെ ഓരോ എക്യുപ്മെന്റുകൾ എടുക്കുമ്പോഴും അതിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് പരിശോധിക്കുക. ലാസ്റ്റ് വൺ, പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്. നമ്മള് ലോണ്ടറിയിൽ പഠിച്ചു, അവിടെ ഒരു റെക്കോർഡ് രജിസ്റ്റർ ഉണ്ടാകും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് തുണികൾ എടുക്കുന്നതും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന ഒരു റെക്കോർഡ് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഹൗസ് കീപ്പിംഗിന് ഒരു റെക്കോർഡ് ഉണ്ടാകും. അതായത് അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങള്, ഓരോ സ്റ്റാഫുകള് ഇന്ന ദിവസം ഏതൊക്കെയാണ് അവരുടെ ക്ലീനിങ്, ഏതൊക്കെ സെക്ഷനാണ് ക്ലീനിങ് പരിധിയിൽ വരുന്നത്, അങ്ങനെ ക്ലീനിങ്ങിന്റെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു റെക്കോർഡുകൾ അവർ കീപ്പ് ചെയ്യണം. സോ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ ഫീഡ്ബാക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. 6 പോയിന്റ് ആണ്. ഫസ്റ്റ് വൺ ഒന്നുകൂടി വായിക്കാം. കോമൺ സാനിറ്റേഷൻ ചെയ്യുക, എൻവയോൺമെന്റിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. സെക്കൻഡ് വൺ, പൊളൈറ്റ് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരോട്, പേഷ്യൻസിനോടും മറ്റും വളരെ മര്യാദയോടുകൂടി സംസാരിക്കുക, വിശ്വസ്തരായിരിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കുക. ദെൻ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കോർപ്പറേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ദെൻ സേഫ്റ്റി, സ്റ്റാഫിനും പേഷ്യന്റിനും റിലേറ്റീവ്സിനും സുരക്ഷ ഉറപ്പുവരുത്തുക. ദെൻ ക്വാളിറ്റി അഷുറൻസ് അല്ലെ, അതായത് ഗുണനിലവാരം നോക്കണം. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ സാനിറ്റൈസ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ, പ്രോപ്പർ റെക്കോർഡ്. അവിടെ അത് സംബന്ധിച്ചിട്ടുള്ള ഹൗസ് കീപ്പിംഗ് സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡുകൾക്ക് സൂക്ഷിക്കുകയും ചെയ്യുക, അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കുക. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കണം കേട്ടോ. ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിൽ ചോദിക്കും. അത് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? വായിച്ചിട്ട് ക്ലിയർ ആണോ പോയിന്റ്സുകള്?
നെക്സ്റ്റ് വൺ ലൊക്കേഷൻ. എവിടെയാണ് ഹൗസ് കീപ്പിംഗ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലോണ്ടറി സർവീസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഇന്നത്തെ ക്ലാസ് ആയിരുന്നു ലോണ്ടറി. ഇത് മീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോർ. ഓർമ്മയുണ്ട് അല്ലെ? ഇനി ഹൗസ് കീപ്പിംഗ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം കേട്ടോ. ഹൗസ് കീപ്പിംഗ് എവിടെയായിരിക്കും ലൊക്കേഷൻ? എവിടെയായിരിക്കും ഏകദേശം? ഐഡിയ ഉണ്ടോ? ഹൗസ് കീപ്പിംഗ് ഐഡിയ ഇല്ല. ഓക്കെ, നോക്കാം. ഹൗസ് കീപ്പിംഗ് attends all area and department of the hospital. അല്ലെ? ഹൗസ് കീപ്പിംഗിന്റെ സേവനം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഉൾപ്പെടുത്തുന്നു. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഹൗസ് കീപ്പിംഗ് ആവശ്യമാണ് അല്ലെ? അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ലല്ലോ നമ്മൾ ക്ലീനിങ്ങും ഹൈജീൻ ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ് അല്ലെങ്കിൽ ICU, അങ്ങനെ ഓരോ ലബോറട്ടറി അല്ലെ, ഫാർമസി, ഇവിടെ എല്ലാം ഹൗസ് കീപ്പിംഗ് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ? അവിടെ ക്ലീൻ ആക്കുന്നുണ്ട്, ഹൈജീൻ ആക്കുന്നുണ്ട്, സാനിറ്റൈസിങ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഹൗസ് കീപ്പിംഗ് സർവീസ് ഉൾപ്പെടുന്നു. May be situated in non-prime area. Underline ചെയ്യാം. Non-prime ഏരിയയിലാണ് ഹൗസ് കീപ്പിംഗ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നോൺ പ്രൈം മീൻസ് എന്താണ്? ഇമ്പോർട്ടന്റ് ആണോ ഇമ്പോർട്ടന്റ് അല്ലാത്തതായിരിക്കും? നോൺ പ്രൈം ആണ് അല്ലെ? അധികം ആരും കാണാത്ത ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു ഏരിയയിലായിരിക്കും ഹൗസ് കീപ്പിംഗ് ആ ഒരു സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഏത് ഫ്ലോറിലാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നോൺ പ്രൈം തന്നെ നിങ്ങൾ പഠിക്കണം അതുകൊണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആവാം, ചിലപ്പോൾ മേ ബി എല്ലാ ഫ്ലോറിലും ഉണ്ടാകാം അല്ലെ? പക്ഷെ അത് നോൺ പ്രൈം ഏരിയ ആയിരിക്കുന്നതാണ് നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അധികം ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലായിരിക്കും ഹൗസ് കീപ്പിംഗ് സ്ഥിതി ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്യാം നോൺ പ്രൈം. It should be as far possible centrally located and ഇതൊരു സെൻട്രലി ലൊക്കേറ്റഡ് ആയിരിക്കും, കേന്ദ്രീകൃതമായിരിക്കുന്നത്. അതായത് മീൻസ് എല്ലാ സെൻട്രലായിരിക്കുന്നത്. മീൻസ് ഓരോ ഓരോ ഫ്ലോറിലും ഇത് ഉണ്ടായിരിക്കും, കേന്ദ്രീകൃതമായിരിക്കും. Close to the vertical transport system to make way for easy movement of housekeeping material and equipment. Close to vertical transport system. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ അരികിലായിരിക്കും, ഇതിനോട് ചേർന്നിട്ടായിരിക്കും ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഇതിനു വേണ്ടി to make way for easy movement of housekeeping materials and equipment. ഹൗസ് കീപ്പിംഗിൽ നമുക്കറിയാം ഒത്തിരി മെറ്റീരിയൽസും അതുപോലെ തന്നെ എക്വിപ്മെന്റ് ഒക്കെ ആവശ്യമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ വാക്യൂം ക്ലീനറും മറ്റുമൊക്കെ വേണ്ടി വരും അല്ലെ, നമ്മള് ക്ലീൻ ചെയ്യാനൊക്കെ. അപ്പോ ഇങ്ങനെയുള്ള എക്വിപ്മെന്റുകളും മെറ്റീരിയൽസും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതിന്റെ അരികത്ത് വേണം. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിനൊക്കെ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് മീൻസ് നമ്മൾ സ്റ്റെയർ അല്ലാതെ തന്നെ ഒരു ഇൻക്ലൈൻഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു വളർന്നിരിവൊന്നും ഉണ്ടാവില്ല. ഇൻക്ലൈൻഡ് മീൻസ് ഇപ്പൊ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ടൈപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതായത് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയാം നമുക്ക് കേട്ടോ. അതായത് ഇതുപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ സ്റ്റെയർ എല്ലാം വളർന്നു തിരിവ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മീൻസ് ഒരു വെർട്ടിക്കൽ ആയിട്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം, ഈസി ആയിട്ട് എക്യുപ്മെന്റും അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ അടുത്തായിട്ടായിരിക്കണം നമ്മളുടെ ഹൗസ് കീപ്പിംഗ് സർവീസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ലൊക്കേഷൻസിൽ വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ലൊക്കേഷൻസിൽ റാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പിക്ചർ എടുത്തിട്ടില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പിക്ചർ ഒന്ന് നോക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ പിക്ചർ ഞാൻ നോക്കില്ല. അത് മീൻസ് നമ്മൾ റാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. വെർട്ടിക്കൽ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം, വളർന്നിരുവൊന്നും ഇല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ മൂവ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ, വലിയ വലിയ എക്യുപ്മെന്റ്സുകൾ, വെയിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് വായിച്ചു നോക്കുക കേട്ടോ. നോൺ പ്രൈം ഏരിയ അണ്ടർലൈൻ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വായിച്ചു നോക്കാം. സ്റ്റെയറിന്റെ അടുത്ത് റാമ്പ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ.
എക്യുപ്മെന്റ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈപ്പ്. വായിക്കാം. ഇപ്പൊ നമുക്ക് ലിഫ്റ്റ് ഒക്കെ വേണമെങ്കിൽ ലാവേറ്റർ ഒക്കെ പറയാം കേട്ടോ. മൂവ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എക്യുപ്മെന്റ്സിന് നമുക്ക് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അയച്ച ലൊക്കേഷൻ നോൺ പ്രൈം ഏരിയ നോക്കി വെക്കാം കേട്ടോ. നോൺ പ്രൈം ഏരിയ ഉദ്ദേശിക്കുന്നത് അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയ ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു എൻട്രൻസിലൊന്നും ആയിരിക്കില്ല, ചിലപ്പോ ഒരു ബാക്ക് സൈഡ് ആയിരിക്കാം, വേറെ സെപ്പറേറ്റ് ബാക്കിലുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബാക്ക് സൈഡില് സെപ്പറേറ്റഡ് ആയിട്ടുള്ള അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ബിൽഡിങ്ങിലൊക്കെ ആയിരിക്കാം. ഓക്കെ, അതാണ് അവർ ഏത് ഫ്ലോർ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മള് നോൺ പ്രൈം ഏരിയ എന്ന് തന്നെ പഠിച്ചാൽ മതി. വലിയ പ്രാധാന്യമില്ലാത്തത് ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ബാക്ക് സൈഡ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് അല്ലെ. നമ്മൾ എൻട്രൻസിൽ തന്നെ അതിനുള്ള ഒരു ഏരിയ ഒന്നും വെക്കില്ലല്ലോ എന്തായാലും. ക്ലിയർ ആയി? നോൺ പ്രൈം ഏരിയ ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ഏരിയ, അത്ര പ്രാധാന്യമില്ല, അപ്പൊ എന്തായാലും അത് ബാക്ക് സൈഡ് ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഓർഗാനോഗ്രാം. എന്താണ് ഓർഗാനോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഓർഗാനോഗ്രാം നമ്മൾ സ്ട്രക്ചർ പറയില്ലേ, ഇപ്പൊ നമ്മൾ ലബോറട്ടറിയിൽ സ്ട്രക്ചർ പറഞ്ഞു, ഒരു ഡയറക്ടർ ഉണ്ടാകും, ഹെഡ് സൂപ്പർവൈസർ ഉണ്ട്, MIT ഉണ്ട്, ഫ്ലിബറ്റോമിസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു സ്ട്രക്ചർ അല്ലേ. അപ്പോ ഈ ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഓർഗാനോഗ്രാം കേൾക്കുമ്പോൾ അതെന്താ സംഭവം നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് അടിക്കാം. ഓക്കെ, അപ്പോ സ്ട്രക്ചർ ആണത്, ഹൗസ് കീപ്പിംഗിന്റെ ഒരു സ്ട്രക്ചർ ആണ് പറയുന്നത്. 3 എന്നോട് ഒരു ഓർഗാനോഗ്രാമിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്ററിലായിരുന്നു ഓർഗാനോഗ്രാം പഠിച്ചത്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് മോഡ്യൂളിൽ ഏതോ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ 3 എണ്ണമായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. പറഞ്ഞത് അബദ്ധമായി പോയെന്നായിരിക്കും ചിന്തിക്കുന്നത് കമന്റ് ചെയ്ത ആള്. ഓക്കെ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. എക്സിക്യൂട്ടീവ് കേട്ടോ, ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ദെൻ അപ്പോ ആദ്യത്തെ ആളെ നോക്കാം. 3 തവണ പറയുന്നത് കേട്ടോ, 3 ആയിട്ടാണ് ഓർഗാനോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത്. 3 ടൈപ്പാണ് നോക്കാം. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന് ലീഡ് ചെയ്യുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്. Then he or she should be able to form, control and develop housekeeping services in the hospital. Able to form housekeeping service ആ ഒരു എന്താ പറയാ ഒരു സർവീസ് രൂപീകരിക്കാനും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുകയും ദെൻ ഹൗസ് കീപ്പിംഗ് സർവീസുകളുടെ പ്രവർത്തനങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. 3 കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഫോം ചെയ്യും, കൺട്രോൾ ചെയ്യും, അതുപോലെ എന്ത് ചെയ്യും? ഹൗസ് കീപ്പിംഗ് സർവീസസ് ഡെവലപ്പ് ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. പേരിച്ചിരി വലിയ പേരാണ്, അതുപോലെ തന്നെ പഠിക്കണം. നമ്മളുടേതായ രീതിക്ക് ചുരുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ദെൻ അടുത്ത വ്യക്തി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ.
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഇനി അദ്ദേഹം എങ്ങനെയാണ് നോക്കാം കേട്ടോ. ട്രെയിനഡ് ആൻഡ് അക്വിൻറ്റഡ്. ട്രെയിനഡ് ആണ്, അദ്ദേഹം ട്രെയിനഡ് ആയിരിക്കും, അക്വിൻറ്റഡ് ആയിരിക്കും, മീൻസ് ക്വാളിഫൈഡ് അല്ലെ, പരിചയമുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. വിത്ത് ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ്, ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സിൽ ട്രെയിനഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്വൈന്റഡ് ആയിട്ടുള്ള പരിചിതം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആൻഡ് ഏബിൾ ടു മാനേജ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നു. ഓക്കെ, സൂപ്പർവൈസർ എന്ന് പറയുന്നത് തന്നെ അറിയാലോ, മറ്റു വ്യക്തികളെയൊക്കെ മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുന്നു, സ്റ്റാഫുകളെ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഇപ്പൊ ഫസ്റ്റ് ഒരു മാനേജർ ഉണ്ട്, then ഒരു സൂപ്പർവൈസർ, then എംപ്ലോയി. ഓക്കെ, എംപ്ലോയി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ് അല്ലെ, ഇൻഎക്സ്പേർട്ട് ആണ്, അവർക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ലോവസ്റ്റ് പെയ്ഡ് അല്ലെ, വളരെ കുറഞ്ഞൊരു സാലറി ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്. മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് ടു ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അവർക്ക് വർക്കിലൂടെയാണ്, അവർക്ക് അവർ ചെയ്യുന്ന ജോലിയിലൂടെയാണ് അവർക്ക് ട്രെയിനിങ് ലഭിക്കുന്നത്. അല്ലാതെ കൂടുതലായിട്ട് ഒരു മുൻപത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാന്ന്, നേരത്തെയുള്ള മുൻപരിചയമൊന്നും അവർക്ക് അതിൽ ഉണ്ടാവില്ല. അതിനാൽ തന്നെ അവർക്ക് വളരെ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആയിരിക്കും ലഭിക്കുന്നത്. ദെൻ അവര് എന്താണ്, അവര് ഫെമിലിയർ ആവുന്നത് ഈ ഒരു ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഒരു പ്രൊസീജിയറിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് എക്സ്പീരിയൻസ് ലഭിക്കുന്നത്. അപ്പോ ഓർഗാനോഗ്രാമില് മൂന്നെണ്ണമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പർ, മാനേജർ, ദെൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പർ, ഫ്ലോർ സൂപ്പർവൈസർ, ദെൻ എംപ്ലോയി. മൂന്നായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബ്ലഡ് ബാങ്കിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. കംപ്ലീറ്റ് ചെയ്തോ? ഓർഗാനോഗ്രാം മൂന്നെണ്ണം പഠിച്ചു. മാനേജർ, സൂപ്പർവൈസർ, ദെൻ എംപ്ലോയീസ്. ക്ലിയർ ആണോ? Then next നോക്കുന്നത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ് ആണ്. ഇത് കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട്, മാക്സിമം ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. First one,
Facilities and space requirement. The following facilities and space are needed for housekeeping. ഹൗസ്കീപ്പിംഗിന് സൗകര്യങ്ങളും അതിന് വേണ്ട സ്പേസ് റിക്വയർമെന്റ് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഓഫീസ് ഫോർ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ അല്ലെ. ഹൗസ് കീപ്പർ എക്സിക്യൂട്ടീവിനായിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്, ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ഏരിയ. ക്ലറിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡേ ടു ഡേ ഓഫീസ് ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് ഓഫീസ് ഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന് അതിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കാം. ദെൻ ഡെസ്ക് ഓർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസർ, സൂപ്പർവൈസർക്കും ഒരു ഡെസ്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ഡിസറബിൾ that the floor supervisor are physically located in their concerned area of supervision were personal under the work. അല്ലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന് ഒരു സെപ്പറേറ്റ് ഉള്ള ഒരു സ്പേസ് വേണം, അതുപോലെ തന്നെ സൂപ്പർവൈസറിനും ഒരു സെപ്പറേറ്റ് ഓഫീസ് സ്പേസ് ഉണ്ടായിരിക്കണം. ദെൻ പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈറബിൾ. ഡിസൈറബിൾ എന്ന് വെച്ചാൽ അഭികാമ്യമായിരിക്കുന്നത്. എന്തുകൊണ്ട്? അതായത് ഫ്ലോർ സൂപ്പർവൈസർമാർ അവരുടെ കീഴിൽ കുറെ ഉദ്യോഗസ്ഥന്മാരെ ജോലി ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ വെച്ചാല് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുറെ സ്റ്റാഫുകൾ ഉണ്ടാവും. സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ് ചെയ്യണം സ്റ്റാഫുകൾ അല്ലെ. സോ എന്ത് വേണം? അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥര് ജോലി ചെയ്യുന്ന ആ ഒരു മേൽനോട്ട മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് അഭികാമ്യമായിരിക്കുന്നത്. അതായത് ഒരു സെപ്പറേറ്റ് ഓഫീസും അവിടെയാണ് സ്റ്റാഫുകൾ ജോലി ചെയ്തത്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ സ്റ്റാഫുകളെയൊക്കെ മാനേജ് ചെയ്യാനും നോക്കാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് സൂപ്പർവൈസറിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് വേണമെന്ന് പറയുന്നത്. ഡിസൈർമെന്റ് അഭികാമ്യമായിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. ഫസ്റ്റ് 3 പോയിന്റ് വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ദെൻ അടുത്ത പോയിന്റ് നോക്കാം. സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. ഹൗസ് കീപ്പിംഗിനായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു റൂം ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. സപ്ലൈസുകൾ മറ്റും നമ്മൾ എന്തൊക്കെയാണ് സപ്ലൈസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിറ്റർജൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ മറ്റ് സാനിറ്റൈസറും മറ്റു അങ്ങനെയുള്ള സപ്ലൈസുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ഉണ്ടായിരിക്കണം. Then last one, housekeeping janitors. Janitors എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് മീൻസ് വൃത്തിയാക്കുന്ന ആളുകളുടെ മീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് സ്റ്റാഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Housekeeping closets on all floors throughout the hospital equipped with floor sinks and space and shelf for housekeeping equipment. ഹൗസ്കീപ്പിംഗിനായിട്ടുള്ള എക്യുപ്മെന്റുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഷെൽഫുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സിങ്കുകൾ അല്ലെ, ഫ്ലോർ സിങ്സുകൾ ഉണ്ടായിരിക്കണം. സിങ്ക് മീൻസ് നമ്മൾ കഴുകാനും മറ്റൊക്കെയുള്ള സിങ്കുകളൊക്കെ അവൈലബിൾ ആയിരിക്കണം. ദെൻ കാർഡ്സ് ഉണ്ടായിരിക്കണം. കാർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്യുപ്മെന്റ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന കാർട്ടുകളില്ലേ, നമ്മൾ മാക്സ് കാർട്ട് എന്നൊക്കെ പഠിച്ച് ഓർമ്മയുണ്ടോ? എക്യുപ്മെന്റില് കാർട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? 3-4 ടൈപ്പ് കാർഡ്സുകൾ പഠിച്ചു. എക്യുപ്മെന്റ് കൊണ്ടുപോകാനായിട്ട്, മെഡിസിൻ കൊണ്ടുപോകാനായിട്ട്. ഓർക്കുന്നുണ്ടോ പിക്ചർ? ട്രേ പോലെയുള്ളത് ഓർമ്മയുണ്ടോ? കാർട്ടുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബക്കറ്റ്സുകള് മറ്റു സപ്ലൈസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. As a part of daily routine, supplies for daily use on the floor and department should be delivered to their closet directly. ഈ ക്ലോസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ക്ലിയർ ആയോ? അതായത് അലമാര ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഷെൽഫുകൾ പോലെ ഉണ്ടായിരിക്കണം എന്ന്. അതാണ് ക്ലോസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലമാരയിലെ ഷെൽഫുകൾ ഉണ്ടായിരിക്കണം എന്ന്. അപ്പോ ഡെയിലി റൊട്ടീന്റെ ദിനചര്യയുടെ ഭാഗമായിട്ട് എല്ലാ നിലകളിലും
ഡിപ്പാർട്ട്മെന്റുകളിലും അവിടെ ഉപയോഗിക്കേണ്ട സപ്ലൈസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ക്ലോസറ്റ്സുകൾ, അതായത് അലമാരകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സെപ്പറേറ്റ് ഷെൽഫുകളില് ഡെയിലി യൂസിനുള്ള ഈ സപ്ലൈസ്, അതായത് ഇപ്പോ ഡിറ്റർജന്റ് ആവാം, സാനിറ്റൈസർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടനോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ നിത്യോപയോഗത്തിനായിട്ടുള്ള അങ്ങനെയുള്ള സപ്ലൈസുകൾ അതത് ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു ഷെൽഫിൽ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇത്രയുമാണ് ഫെസിലിറ്റീസ് ആണ് സ്പേസ് റിക്വയർമെന്റിൽ വരുന്നത്. അപ്പൊ അതൊന്ന് വായിക്കാം. ഇനി ഫങ്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലാണ് ഫങ്ഷൻസ് എടുക്കുന്നത്. അപ്പോ ഫെസിലിറ്റീസും സ്പേസ് റിക്വയർമെന്റും ഒന്ന് വായിച്ചു നോക്കാം. ഇത്രയും പോർഷൻ നമുക്ക് ഇന്ന് എടുക്കുന്നുള്ളൂ. ഫങ്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഫങ്ഷൻസും പിന്നെ കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. ഫെസിലിറ്റീസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇടുത്തത്രയും ക്ലിയർ ആണോ ഈ ഒരു ചാപ്റ്റർ? എന്തെങ്കിലും ഐഡിയ ഒക്കെ കിട്ടിയോ? ഹൗസ് കീപ്പിംഗ് ലോണ്ടറി പോലെ തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മെഡിക്കൽ ടേബിളൊന്നും വരുന്നില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ആണോ? ക്ലിയർ ആണോ? ബുദ്ധിമുട്ട് തോന്നിയോ ഈ ചാപ്റ്റർ? കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം ഇനി അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വായിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോ നന്നായിട്ട് വായിക്കാം, എടുത്തത്രയും നല്ല പോലെയൊക്കെ വായിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടണം. സോ നല്ലപോലെ വായിക്കുക, ദെൻ പഠിക്കുക കേട്ടോ നന്നായിട്ട്. ഓക്കെ, താങ്ക് യു ഓൾ.